അത് മനസ്സിലല്ലേ? അങ്ങനെ തന്നെ ഇല്ല. അവർക്ക് അള്ളാഹു നിറച്ച് ഈമാൻ കൊടുത്തു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയ ഇല്ലാതാക്കിയാൽ പൈസ ബാക്കിയാവും. ഇത് കുട്ടികളിത് നോക്കണം. മന്തി ഇനി പുതിയൊരു സാധനം ഇറങ്ങും, കുന്തി. അപ്പൊ ഇനി കുട്ടികൾ പറയും, നമുക്ക് ഇന്ന് കുന്തിയോ എന്ത് കുന്തി, എന്താ കുന്തി? ഓരോ പുതിയ സാധനങ്ങളുടെ പേരാണ്. എന്താ ഈ സാധനം? ഈ സാധനം ഇത് തന്നെയാണ്. സാധനം അരി മൈദ ഇതല്ലേ. ഇപ്പൊ സാധനം പേര് മാറുകയാണ്. മനസ്സിലായില്ല? രാവിലെ അത് പൊടിച്ചാണ്ട് ചട്ടിയിൽ ചീന്നാണ് ഇട്ടാൽ അതിന് വെള്ളപ്പം എന്ന് പറയും. അതേ സാധനം പൊടിക്കാതെ കുറച്ച് വെള്ളം പറഞ്ഞ് ചൂടാക്കിയാൽ അതിന് കഞ്ഞിന്നറിയും. വെള്ളം ഊറ്റിങ്ങാണ്ട് അതിന്റെ മേലെ കുറച്ച് കറി പറഞ്ഞാൽ ഉച്ചക്കതിന് ചോറുന്നറിയും. 4 മണിക്ക് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് നേരെ ചട്ടിയിലിട്ട് പുറത്തേക്ക് വന്നാൽ അതിന് നെയ്യപ്പം കുയ്യപ്പം എന്നറിയും. ഹുവ സാധനം ഒറ്റ സാധനം. മന്തിയായാലും കുന്തിയായാലും സാധനം പേരാ മാറുന്നത്. ഇല്ലേ? ചിന്തിക്ക്. അപ്പൊ അതൊക്കെ പറ്റിക്കലാണ്, ഇതെല്ലാം പറ്റിക്കലാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒഴിവാക്കുന്നത് വഴി ആഗ്രഹങ്ങളില്ലാതെയാവും. ആഗ്രഹങ്ങൾ കൊണ്ടുവന്നത് യൂറോപ്പ്. പരസ്യങ്ങൾ യൂറോപ്പിന്റെ ശൈലിയാണ്. ഏഷ്യക്കാർക്ക് ആ ശൈലിയില്ല. പരസ്യം യൂറോപ്പിൽ നിന്നതാണ്. ഏത് സാധനത്തിനും എന്ത് പരസ്യം. ആ പരസ്യം പണ്ട് റോട്ടുമേലുണ്ടായിരുന്നു. ഇന്ന് ഓരോ വീട്ടിലും ഓരോ സെക്കൻഡിലും പരസ്യം. അപ്പൊ ഇതൊക്കെ വാങ്ങാൻ അപ്പൊ ബാപ്പാക്ക് ഗൾഫിൽ പോയാൽ പിന്നെ ഉറപ്പിച്ചോളൂ ഇങ്ങോട്ട് പോരാൻ കഴിയൂല. അവസാനം കണ്ട് പിരിയല് മിനാഹലക്കനാക്കുവഫിയാനുവൈദുക്കുന്നൊക്കെ പറഞ്ഞാൽ പിരിഞ്ഞാളാ. ഏതായാലും ഇടക്കിടക്ക് വന്നു പോകാന്നല്ലാതെ സ്ഥിരമായി നിൽക്കാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങൾക്ക് ചൂടാവും ചെയ്യും. പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ കൂടിയിട്ട് ഇന്നത്തെ കാര്യം അല്ല ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ പുതിയ കെട്ടുപാടുകളായി. നിങ്ങൾ പോയാലേ പിന്നെ വേറെത്തെ ഇങ്ങോട്ട് ഫോൺ ചെയ്യുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ നല്ലത് ഇജ്ജ് പോകലാവും. അതുകൊണ്ട് പോകാൻ നോക്കണ്ട. ഇജ്ജ് പോണില്ല എന്നാണ് തീരുമാനിച്ചാളാ. ഇജ്ജ് ഗൾഫുകാരനാണ്, 20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് ഇജ്ജ് തിരിച്ചു വന്നാൽ നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ ഭാര്യ മക്കളായിരിക്കും. കാരണം പിന്നെ നീ കഷ്ടിച്ച് ബുദ്ധിമുട്ടി ജീവിച്ചതാ. പിന്നെ അവര് കാട്ടിക്കൂട്ടണമെന്ന് നിനക്ക് പറ്റൂല. അവസാനം അവര് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കും. ആരെ? കാരണം ഒരു ബാപ്പ വന്നിട്ട് ഇന്നൊരു സുഖമില്ല. തൊട്ടേനെ പിടിച്ചിന് ഒന്നും പറ്റൂല. മനുഷ്യന്മാർക്ക് കൂടെ ജീവിക്കണ്ടേ? ആര് പറയും? മക്കൾ പറയും, എന്റെ സ്വന്തം മക്കൾ. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒഴിവാക്കിക്കളി. ഞാൻ ഇപ്പൊ നിങ്ങളൊരു ഒറ്റ